ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് യുഎയിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികൾക്കിടയിൽ പരസ്പരം സഹായിക്കുന്നതും സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതുമൊക്കെ വളരെ സാധാരണമായ കാര്യമാണ്. എന്നാൽ അടുത്തിടെ നടന്ന ഒരു സംഭവം നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതും പ്രവാസി സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയമാണ്. കേവലം 1000 ദിർഹം സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയതിന്റെ പേരിൽ ഒരു പ്രവാസിക്ക് യുഎയിൽ ജയിൽ ശിക്ഷയും ഒടുവിൽ നാടുകടത്തലും നേരിടേണ്ടി വന്നു എന്നതാണ് ആ സംഭവം. ഒറ്റനോട്ടത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഈ പ്രശ്നം എങ്ങനെയാണ് ഒരാളുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. പണം കടം വാങ്ങിയ വ്യക്തിക്ക് യാതൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പണം സുഹൃത്തിന് ലഭിച്ചത് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ പണത്തിന്റെ ഉറവിടം അനധികൃതമാണെന്ന് കണ്ടെത്തുകയും ആ പണം കൈപ്പറ്റിയതിന്റെ പേരിൽ കടം വാങ്ങിയ വ്യക്തിയും കുറ്റകൃത്യത്തിൽ പങ്കാളിയായി കണക്കാക്കപ്പെടുകയുമായിരുന്നു. യുഎയിലെ സാമ്പത്തിക നിയമങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായവയിൽ ഒന്നാണ്. ഒരു കുറ്റകൃത്യത്തിലൂടെയോ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിലൂടെയോ നേരിട്ടോ അല്ലാതെയോ ലഭിക്കുന്ന പണത്തെയാണ് യുഎഇ നിയമപ്രകാരം അനധികൃത പണം എന്ന് വിശേഷിപ്പിക്കുന്നത്. 2025 യുഎഇ പുതുതായി അവതരിപ്പിച്ച ഫെഡറൽ നിയമം കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം തുടങ്ങിയവ തടയുന്നതിനായി കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പണത്തിന്റെ ഉറവിടം വ്യക്തമല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരാകും. തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് കോടതിയിൽ ഒരു ന്യായീകരണമേയല്ല. പുതിയ നിയമപ്രകാരം പണത്തിന്റെ ഉറവിടം അനധികൃതമാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് അറിവില്ലെങ്കിൽ പോലും സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നുവെന്ന് കോടതിക്ക് തോന്നിയാൽ ശിക്ഷ ഉറപ്പാണ്. വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്ന വിദേശികളെ യുഎയിൽ നിന്ന് നിർബന്ധമായും നാടുകടത്തണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. കോടതിയുടെ ഉത്തരവ് പ്രകാരം നൽകുന്ന ഇത്തരം നിയമപരമായ നാടുകടത്തലുകൾ ഒരാളുടെ ഭാവി ജീവിതത്തെ തന്നെ തകർക്കുന്നതാണ്. പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. നാട്ടുനടപ്പനുസരിച്ച് പണം ആവശ്യമുള്ളപ്പോൾ റൂംമേറ്റിനോടോ അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവരോടോ കടം ചോദിക്കുന്നത് നമ്മുടെ ഒരു രീതിയാണ്. പതിവ് പോലെ തന്നെ നാട്ടിലേക്ക് പണം അയക്കാൻ മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരും വളരെ കൂടുതലാണ്. എന്നാൽ ഈ പണം അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഹവാല പോലെയുള്ള അനധികൃത ഇടപാടുകളിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെയോ ലഭിച്ച പണമായിരിക്കാം സുഹൃത്ത് നിങ്ങൾക്ക് കടമായി നൽകുന്നത്. ആ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ എത്തുമ്പോൾ നിങ്ങളും ആ വലിയ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി മാറുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ പണത്തിന്റെ ഉറവിടം സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. മലയാളികളുടെ എളുപ്പത്തിൽ വിശ്വസിക്കുന്ന പ്രകൃതം പലപ്പോഴും ഇത്തരം കേസുകളിൽ അവരെ വില്ലന്മാരാക്കാറുണ്ട്. നമുക്ക് നിസ്സാരമായി തോന്നുന്ന പല കാര്യങ്ങളും അതിൻ്റെ ലീഗൽ കോൺസിക്വൻസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ യുഎഇയിൽ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ ബാങ്കിങ് ഇടപാടുകളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് സെൻട്രൽ ബാങ്കും അതുപോലെ അതോറിറ്റികളും ദുബായ് പോലീസ് അടക്കമുള്ള അതോറിറ്റികളും കൃത്യമായി അവയർനെസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഒരു 1000 ദിർഹംസ് കടം വാങ്ങിച്ച കേസാണ്. പക്ഷേ ആ 1000 ദിർഹംസ് വന്ന വഴി അതിൻ്റെ സോഴ്സ് തെറ്റായ മാർഗത്തിലൂടെ, അതായത് ചീറ്റിങ്ങിലൂടെ സമ്പാദിച്ച കാശായതുകൊണ്ടാണ് ഇത്തരം ഒരു ബുദ്ധിമുട്ട് ഈ സുഹൃത്തിന് നേരിടേണ്ടി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സുഹൃത്തുക്കളെ സഹായിക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബാങ്ക് ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വരുന്ന കേസുകൾക്ക് ഈ കാശ് അയച്ച ആളും കൂടി ലേബിൾ ആവുന്ന സാഹചര്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഒരുപാട് പേര് അറിയാതെ സുഹൃത്തുക്കളെ സഹായിച്ചതിൻ്റെ പേരിൽ ഡ്രഗ് കേസുകളിൽ പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യുഎയിലുള്ളവർ പ്രത്യേകിച്ച് ബാങ്കിങ് ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി അതിൻ്റെ സൂക്ഷ്മത പാലിച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ നിരവധിയുണ്ട്. ചിലപ്പോൾ പരിചയത്തിലുള്ള ആരെങ്കിലും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്ന ഒരു തുക ATM വഴി പിൻവലിച്ചു തരാൻ ആവശ്യപ്പെട്ടേക്കാം. അല്ലെങ്കിൽ കുറച്ച് പണം തന്നിട്ട് അത് നാട്ടിലുള്ള ഒരു ബന്ധുവിന് അയച്ചു കൊടുക്കാൻ പറയാം. ഒറ്റനോട്ടത്തിൽ ഇതൊരു ചെറിയ സഹായമായി മാത്രം തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമവിരുദ്ധമായി സമ്പാദിക്കുന്ന പണം മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്ത് വെളുപ്പിച്ചെടുക്കുന്ന സംഘങ്ങൾ വളരെ സജീവമാണ്. പാവപ്പെട്ട തൊഴിലാളികളോ ചെറിയ ശമ്പളക്കാരായ പ്രവാസികളോ ആയിരിക്കും പലപ്പോഴും ഇവരുടെ വലയിൽ വീഴുന്നത്. തങ്ങൾക്ക് ലഭിച്ച പണം ഒരു തട്ടിപ്പിലൂടെയോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയോ ഉള്ളതാണെന്ന് ഇവർ അറിയുന്നത് തന്നെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പോലീസിന്റെ പിടിയിലാകുമ്പോഴോ മാത്രമായിരിക്കും. ഒരു സുഹൃത്തിന് വേണ്ടി ചെയ്ത ചെറിയ സഹായം വലിയൊരു ക്രിമിനൽ കേസിലേക്കാണ് ഇവരെ കൊണ്ടെത്തിക്കുന്നത്. ചെറിയ തുകയല്ലേ, ഇതിലൊന്നും വലിയ പ്രശ്നമില്ല എന്ന ചിന്തയാണ് പ്രവാസികൾ ആദ്യം മാറ്റേണ്ടത്. തുക 1000 ദിർഹമോ അതിൽ കുറവോ ആകട്ടെ, അനധികൃതമായ പണം കൈവശം വയ്ക്കുന്നത് വലിയ കുറ്റകരമാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് നിയമപരമായ രേഖകൾ ആവശ്യമില്ല എന്ന ധാരണയും തികച്ചും തെറ്റാണ്. ബാങ്ക് വഴിയുള്ള സുതാര്യമായ ഇടപാടുകൾ എപ്പോഴും നമ്മെ സുരക്ഷിതരാക്കും. അതുപോലെ തന്നെ ഡീപ്പോർട്ടേഷൻ എന്നത് കേവലം ഒരു ശിക്ഷ മാത്രമല്ല,
അതൊരാളുടെയും ആ വ്യക്തിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളുടെ അവസാനമാണ്. പിന്നീട് ഒരിക്കലും UAE-യിലോ അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങളിലോ തൊഴിൽ തേടി പോകാൻ കഴിയാത്ത അവസ്ഥ ഇത് സൃഷ്ടിച്ചേക്കാം. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരിക്കലും ഒരു രക്ഷാ കവചമാകില്ല എന്ന് ഓരോ പ്രവാസിയും മനസ്സിലാക്കണം. പ്രവാസ ലോകത്തെ ജീവിതം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. വർഷങ്ങളുടെ അധ്വാനവും വലിയ സ്വപ്നങ്ങളുമാണ് ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതാകുന്നത്. പണമിടപാടുകൾ നടത്തുമ്പോൾ അത് തികച്ചും സുതാര്യവും നിയമപരവുമാണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകൾ മറ്റുള്ളവരെ പണമിടപാടുകൾക്കായി ഉപയോഗിക്കാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. ആരെങ്കിലും പണം കടമായി നൽകുമ്പോഴോ നിങ്ങളെ പണം ഏൽപ്പിക്കുമ്പോഴോ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. അനുകമ്പയും സഹായ മനസ്കതയും മനുഷ്യ സഹജമായ നല്ല ഗുണങ്ങളാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതം തകർക്കുന്ന രീതിയിലാകരുത്. നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും നിരന്തരമായ ജാഗ്രതയും മാത്രമാണ് ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രവാസികളെ സംരക്ഷിക്കുന്നത്. നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.